ലോർഡ് ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും ഞാനൊരു കഥയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പക്ഷികളെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പക്ഷികളെ എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഏത് സമയത്താണ് ഉപയോഗിച്ചത് എന്നൊക്കെ, അപ്പോൾ പക്ഷികളിലുണ്ടായ ആ സന്തോഷം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നും ഒരു പക്ഷിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ പക്ഷിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഏലിയാവിന് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ കാക്കയെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട് ഉള്ളതാണ്. പക്ഷേ എന്നാൽ ആ കാക്കയ്ക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. നമ്മളിപ്പോഴും കഥകളൊക്കെ കേൾക്കുമ്പോൾ നാം കഥകൾ കേൾക്കുന്നു, കാക്ക ചെയ്ത പ്രവർത്തികളെക്കുറിച്ചൊക്കെ കേൾക്കുന്നു. പക്ഷേ എന്നാൽ ആ കാക്കയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മനുഷ്യർ നമ്മളെല്ലാം എപ്പോഴും സാക്ഷ്യം പറയുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളെക്കുറിച്ചൊക്കെ പറയും. അതുപോലെ തന്നെ പിന്നെ അതിൽ നിന്ന് നമുക്കുണ്ടായ സന്തോഷവും സമാധാനവും അതൊക്കെ കുറിച്ച് നാം വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ കാക്കയ്ക്കും പറയാനുണ്ട്. നാം കാക്കയുടെ കഥ കേൾക്കുമ്പോൾ കേട്ടു പോകുന്നു. പക്ഷെ ആ കാക്കയുടെ മനസ്സിൽ എന്താണ് ആ സമയത്തുണ്ടായിരുന്ന ആ സന്തോഷം എന്നൊക്കെ നമുക്കും കേൾക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാക്കയിൽ നിന്ന് തന്നെ നമുക്ക് ആ കഥ കേൾക്കാം. അപ്പോഴല്ലേ ഏറ്റവും നല്ലത്. കാക്ക ആ കഥ പറയുമ്പോൾ കാക്കയുടെ മനസ്സിലുള്ളതെല്ലാം കാക്ക തുറന്നു പറയുമ്പോൾ നമുക്കത് കേൾക്കാം. അപ്പോൾ നമുക്ക് കാക്കയുടെ കഥ കേൾക്കാം. ഓക്കെ. പതിവില്ലാതെ വളരെ ഉത്സാഹത്തോടെയാണ് അന്ന് കെരീത്തുകാർ ഉണർന്നത്. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ പക്ഷികളുടെ ഒരു കലാമത്സരം നടത്തി വരുന്നത് അന്നാണ്. കലാമത്സരത്തിൽ പങ്കെടുക്കാൻ പക്ഷികളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ എത്തിയിരുന്നു. കർണോപരിതമായി പാടുന്ന കുയിലും നയനമനോഹരമായി ആടുന്ന മയിലും മുൻനിരയിൽ തന്നെ തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടി തുടങ്ങാറായി എന്ന അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് തൂപ്പുകാരിയായ കാക്ക അവിടെ എത്തിയത്. അവൾക്കിവിടെ എന്ത് കാര്യം എന്ന മട്ടിൽ മറ്റു പക്ഷികൾ ഊറിച്ചിരിച്ചു. എനിക്കും ഒരു പാട്ട് പാടണം. ഓ, നിൻ്റെ ഒരു പാട്ട് എന്ന് മൂങ്ങ പറഞ്ഞു. കാക്കയുടെ കറകറ ശബ്ദം കേൾപ്പാൻ ആർക്കാണാവോ ഇഷ്ടം? മൂങ്ങ ചോദിച്ചു. എങ്കിലും അവസാനമായി പേരെഴുതി ചേർത്തു. പക്ഷികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സദസ്സിൽ തങ്ങളുടെ പരിപാടികൾ നന്നായി എല്ലാ പക്ഷികളും പ്രദർശിപ്പിച്ചു. അവസാനം കാക്കയുടെ ഊഴമായി. കാക്ക പാടുവാൻ തുടങ്ങി. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും വെള്ളവും നൽകുന്നവൻ. ഈ വരികൾ തനിക്കാവും വിധത്തിൽ പാടിയിറങ്ങിയപ്പോൾ സദസ്സിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നു. നിറകണ്ണുകളോടെ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം ആ പരിസരത്തെ ഇടിച്ചു കുലുക്കി. കാക്കെ, യോർദാനരികെ കെരീത്ത് തോട്ടിനരികിൽ ഒളിച്ചിരിക്കുന്ന എൻ്റെ പ്രവാചകൻ ഏലിയാവിന് അപ്പവും ഇറച്ചിയും എത്തിക്കുവാൻ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. മറ്റു പക്ഷികൾ ഇതെന്താണെന്ന് ചിന്തിച്ച് അന്തം വിട്ടിരിക്കുമ്പോൾ ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ഞാൻ പറന്നുയർന്നു, തന്നെ നിയോഗിച്ചവൻ്റെ ദൗത്യം നിറവേറ്റുവാൻ. അപ്പോഴേക്കും ഭക്ഷണപ്പൊതിയും തമ്പുരാൻ എൻ്റെ കയ്യിൽ എത്തിച്ചിരുന്നു. കെരീത്തിൽ പോയി വരുമ്പോൾ നേരം വൈകിയാലോ? കൂട്ടിൽ കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്. യാത്ര പറഞ്ഞിട്ട് പോകാം, കാക്ക ചിന്തിച്ചു. കൂടിന് ലക്ഷ്യമാക്കി വേഗത്തിൽ പറന്നെത്തി. അമ്മയെ കണ്ടപ്പോൾ കാക്ക കുഞ്ഞുങ്ങൾ ഒന്ന് ഒച്ചവെച്ചു. തങ്ങളുടെ ഭക്ഷണമാണ് അമ്മയുടെ കയ്യിലെന്ന് ചിന്തിച്ച് ആർത്തിയോടെ വായി തുറന്നു. മക്കളെ, നിങ്ങൾ ഇന്ന് വാക്യം പഠിച്ചുവോ? അമ്മ ചോദിച്ചു. ആ ഭക്ഷണം താ, എന്നിട്ടാകാം വാക്യം എന്ന് അമ്മ പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന പൊതിയിൽ എന്തുവാ? അവർ ചോദിച്ചു. അത് ദൈവം പ്രവാചകന് കൊടുക്കാൻ തന്ന ഭക്ഷണപ്പൊതിയാണ്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് കൂടെ തന്നുകൂടെ? ഇല്ല മക്കളെ, ചിലരെല്ലാം ചെയ്യുന്നത് പോലെ ദൈവം ഏൽപ്പിച്ചതിൽ കുറച്ചെടുത്ത് തരുവാൻ എനിക്കാവില്ല. അനന്യാസിൻ്റെയും സഫീറയുടെയും കഥ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവം പ്രവർത്തിക്കും. വേഗം വാക്യം പറയേ, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സങ്കീർത്തനങ്ങൾ 34:10. കുഞ്ഞുങ്ങൾ വാക്യം പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആ കാക്ക കെരീത്തിനെ ലക്ഷ്യമാക്കി പറന്നുയർന്നു, തന്നെ നിയമിച്ചാക്കിയ അവൻ്റെ വേലയെ വേഗം നിവർത്തിക്കാൻ. ദൈവമക്കളെ, നമ്മൾ ഈ കാക്കയുടെ കഥ കേട്ടു. കാക്കയുടെ മനസ്സിലുണ്ടായിരുന്നതാണ്, കാക്കയുടെ ജീവിതമാണ് ഇവിടെ നാം കേട്ടുകൊണ്ടിരുന്നത്.
ഈ കാക്കയ്ക്കും പറയാനുണ്ട്. കാക്കയ്ക്കും കുടുംബമുണ്ട്, കാക്കയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ കാക്ക ആ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് അവൻ്റെ വേല തികയ്ക്കാനായിട്ട് കാക്ക പോയി. ഭക്ഷണപ്പൊതി കാക്ക ഏലിയാവിനെ ഏൽപ്പിക്കേണ്ട ഭക്ഷണപ്പൊതിയാണ് അത്. കാക്ക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ കാക്ക അത് ചെയ്തില്ല. കാക്ക ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ, വേലയെ തികയ്ക്കുവാൻ നോക്കി. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല എന്ത് തന്നെ, ചെറിയതായാലും വലിയതായാലും, അത് ദൈവത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ കൂടെ ചെയ്യുമ്പോൾ അത് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഈ കാക്കയുടെ കഥയിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ കൂടെ ചെയ്യണം. ഇവിടെ പറഞ്ഞില്ല അനന്യാസിൻ്റെ സഫീറയുടെയും കഥയൊക്കെ. പക്ഷെ അത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ ശാപം അവരുടെ മേൽ വീണതും എല്ലാം നമുക്കറിയാം. അതുപോലെ ദൈവം ഏതൊരു ചെറിയൊരു കാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നത്, അതാണ് അത് നാം ചെയ്ത് തീർക്കേണ്ടത് ആവശ്യമാണ്. ആ കാക്കയെ പോലെ സ്വന്തം കുടുംബം നോക്കാതെ എന്നല്ല, കുടുംബത്തിലെ വിഷമതകളും പ്രയാസങ്ങളൊക്കെ എല്ലാം ഉണ്ടായിട്ടും ദൈവം ഏൽപ്പിച്ച വേലയ്ക്കായിട്ട് കടന്നുപോയി. പലപ്പോഴും പല ദേവദാസന്മാരുടെ എല്ലാം നാം കേട്ടിട്ടുള്ളതാണ്. പഴയകാല പാസ്റ്റർമാരൊക്കെ ദേവദാസന്മാരൊക്കെ എത്രയോ കഷ്ടം സഹിച്ചും കുടുംബത്തെ വളരെയധികം പട്ടിണിയും എനിക്ക് ഭക്ഷണമില്ലാതെ, പിന്നെ വണ്ടി കൂലിക്ക് പണമില്ലാതെ, അങ്ങനെയൊക്കെ കാൽനടയായി കടന്നു ചെന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷം പറയും. ദൈവത്തെ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ അവർ വളരെയധികം സന്നദ്ധരായിരുന്നു. അതുപോലെ അവർ അനുഭവിക്കാൻ അവർക്കൊരു പക്ഷെ സാധിച്ചില്ല എങ്കിലും അവരുടെ തലമുറകൾക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് കാൽനടയായി പോയിരുന്ന പിതാവിൻ്റെ മക്കളൊക്കെ ഇന്ന് AC കാറിലൊക്കെ സഞ്ചരിക്കുവാൻ ദൈവം സഹായിച്ചു. കുടിലിൽ പിന്നെ വാടക കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരുന്ന ദേവദാസന്മാരുടെ മക്കൾക്കൊക്കെ ഇന്ന് 2-3 നിലയുള്ള വീടുകളും ഭവനങ്ങളും ഒക്കെയായി ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ കാക്കയുടെ കഥയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലായി. നമ്മൾ ഇത്തരം ദിവസങ്ങളിലൊക്കെ ഈ പക്ഷികളുടെയൊക്കെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാം ചിന്തിക്കേണ്ടതാണ്, ഈ നമ്മെ ദൈവം ചില വേലകളും ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് ദൈവം നമ്മെ വിളിക്കുന്നത്, നമ്മെ ഏൽപ്പിക്കുന്നത്. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിരിക്കും നമ്മെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അതുപോലും വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ദൈവം ചെയ്യുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒന്നുമില്ല. ദൈവം ഏത് കാര്യങ്ങളാണ് ഏൽപ്പിക്കുന്നത്, ദൈവം അതിനു വേണ്ടി ചെയ്യുവാൻ നാം ഇപ്പോഴും തയ്യാറായിരിക്കാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് ഓൾ.